പക്ഷേ ഈ വർത്തമാനകാല ഇന്ത്യയിൽ ചരിത്ര സ്മാരകങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമാണ്? ചരിത്ര സ്മാരകങ്ങൾക്ക് അതെന്താ വെച്ചാൽ ഈ ചരിത്രം എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നൊരു സാധനമാണ്. രാഷ്ട്രീയക്കാർ അവരെപ്പോഴും ചരിത്രം ഉപയോഗിക്കുക. ബ്രിട്ടീഷുകാർ അത് ചെയ്തു ഇത് ചെയ്തു, ഗാന്ധി അത് ചെയ്തു ഇത് ചെയ്തു എന്നാണല്ലോ, അല്ലെങ്കിൽ മാർസ് അത് ചെയ്തു ഇത് ചെയ്തു, അല്ലെങ്കിൽ ലെനിൻ. മതക്കാരും അങ്ങനെ തന്നെ ചരിത്രം അവർ ഉപയോഗിക്കുന്നത്. മുഹമ്മദ് നബി അത് ചെയ്തു ഇത് ചെയ്തു അല്ലേ. നബി ചെയ്തത്, നബി ചെയ്യാൻ പറഞ്ഞത്, നബി ചെയ്യരുതെന്ന് പറഞ്ഞത്, നബിയുടെ മുമ്പിൽ വെച്ച് ചെയ്തപ്പോൾ നബി പ്രോത്സാഹിപ്പിച്ചത്, നബിയുടെ മുമ്പിൽ ചെയ്തപ്പോൾ നബി നിഷേധിച്ചത്, നിരോധിച്ചത്. അല്ലെ ക്രിസ്തു എന്ത് ചെയ്തു? ക്രിസ്തു അങ്ങനെ പറഞ്ഞു, ക്രിസ്തു ഇങ്ങനെ നടന്നു, ഇങ്ങനെ ഇരുന്നു, ഇങ്ങനെ ഭക്ഷണം കഴിച്ചു. കണ്ടോ ചരിത്ര. രാമൻ അത് ചെയ്തു ഇത് ചെയ്തു. അപ്പം ചരിത്രം എന്ന് പറയുന്നത് മതക്കാർക്കും രാഷ്ട്രീയക്കാരും ഉപയോഗിക്കാനുള്ള. ഇപ്പം എന്താ സംഭവം എന്ന് വിചാരിച്ചാൽ ചരിത്രം വളച്ചൊടിക്കുന്ന പണിയാണ് ബി ജെ പിക്ക്. മനസ്സിലായോ? അപ്പോൾ അവർ ബാബരി പള്ളി പൊളിച്ചു, അവിടെ രാമക്ഷേത്രം പണിതു. ഇതൊക്കെ ചരിത്രം പറഞ്ഞിട്ടാണ്. കാരണം 1526 ബാബറിയോട് വരുന്നത്. 1528 29 ആ ബാബരി പള്ളി ഉണ്ടാക്കിയത്. അത് അദ്ദേഹം പറഞ്ഞുണ്ടാക്കിയാണോ അല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാനത് വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല. വലിയ അന്യായമൊക്കെ. അതായത് ആ പള്ളി പൊളിച്ചതും അതിൻ്റെ മുകളിൽ രാമക്ഷേത്രം ഉണ്ടാക്കി ഭൂതകാലം എങ്ങനെ തിരുത്താൻ പറ്റില്ല. അപ്പോൾ ശബരിമല ക്ഷേത്രം അത് ബുദ്ധന്മാരുടെ ക്ഷേത്രം കൈവശപ്പെടുത്തിയതാണ് ചരിത്രം. അതിന് തെളിവ് ഹിന്ദുമതത്തിൽ എവിടെ ശരണം വിളി അവിടെ ഉണ്ടല്ലോ, ഹിന്ദുമതത്തിലെവിടെ ബ്രഹ്മചര്യം അവിടെ ഉണ്ടല്ലോ. അവരുടെ വേഷം, അവരുടെ സസ്യാഹാരം, അവരുടെ ബ്രഹ്മചര്യം എല്ലാം ബൗദ്ധ ആചാരങ്ങളവിടെ. അവിടെ ജാതിയില്ല. കണ്ടോ, ശബരിമലയിൽ ജാതിയില്ല. എന്തേ ഉള്ളൂ, നേരത്തെ സ്ത്രീക്ക് മാത്രമേ നിഷേധമുള്ളൂ. എന്താ കാരണം? ബ്രഹ്മചര്യ. അപ്പോൾ ആരും പറയൂ ശബരിമല ബുദ്ധമതക്കാർ വിട്ടുകൊടുക്കണം? ആ അർത്ഥമുണ്ടോ പറഞ്ഞതിന്? ഇല്ല, ഒന്നുമില്ല. അത് ഭൂതകാലം എങ്ങനെ തിരുത്താൻ പറ്റില്ല. അപ്പോൾ ചരിത്രം ഉപയോഗിച്ചിട്ടാണ് ഈ രാഷ്ട്രീയക്കാരെപ്പോഴും മതക്കാരെപ്പോഴും അങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒരു അസംസ്കൃത വസ്തുവിൻ്റെ പേരാ ചരിത്രം.